നമുക്കൊരു ബീഫ് റോസ്റ്റ് വെച്ചാലോ. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവോള ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് ഒന്നിച്ച് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ ഇത്രയും കുറച്ച് ആഡ് ചെയ്യാൻ കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഇത് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ആ മസാലയെല്ലാം ബീഫിൽ പിടിക്കുന്ന രീതിയിൽ വേണം കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. നമ്മൾ കഴുകി പിഴിഞ്ഞെടുക്കുന്ന ആ വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 6 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഗ്രേവി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ഉരുളി വെച്ച് അതിലേക്ക് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വീഡിയോ എടുത്തത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്, എയറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ കണ്ടാൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പേസ്റ്റ് രൂപത്തിൽ ആവശ്യമില്ല. അപ്പോൾ ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവ പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതും ഓരോ സ്പൂണ് വീതം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി മാത്രം ഒരു 2-3 സ്പൂണ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്താണ് കേട്ടോ, പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് അത് മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചത്. പിന്നെ നമ്മൾക്ക് ഗരം മസാലപ്പൊടി അത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വേവിച്ച ആ വെള്ളത്തോടു കൂടിയുള്ള ബീഫ് അതിലേക്ക് കൊട്ടിക്കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ബീഫിൻ്റെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ചട്ടിയിലുണ്ട്, അപ്പോൾ അതും ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു വലിയ സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് അതിന് മുകളിലൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇടുന്നതോടെ നല്ല ഫ്ലേവർ കിട്ടും. അതാണ് കുറച്ച് കൂടുതൽ ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് മല്ലിയില, അതുപോലെ നമുക്ക് കുരുമുളക്, എരിവിന് കൂടുതലും ബീഫിൽ കുരുമുളക് ചേർക്കണമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല കറുത്ത കളറിൽ നമുക്ക് ബീഫ് കിട്ടും. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, പൊറോട്ടയും ബീഫും നമുക്ക് അപ്പൂനോട് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ അല്ലേ. അപ്പോൾ ഈ രണ്ടാളും കളിക്കാണ് നോക്കാം. പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് ബീഫ് പൊറോട്ട? അടിപൊളിയുണ്ടോ? എന്തൊരു ചിരിയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.